കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എങ്ങനെ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ആരംഭിക്കാം, എത്ര രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നമുക്കിനി ആ ഇന്റർവ്യൂവിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? എന്തായാലും ഒരു പ്രശ്നങ്ങളില്ലാതെ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ യെസ്. വെല്ലുവിളികളാണ് ഈ ഒരു ജേർണിയിൽ ഫേസ് ചെയ്തത്? ഞാൻ ബുള്ളറ്റ് എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഫുൾ പ്രൊഡക്ഷനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഒരു 6 മന്ത്സോളം 2015 ഏകദേശം ഞാൻ ഈ പ്ലാനൊക്കെ ഇതാക്കി അവിടുന്ന് ഏകദേശം 6 to 7 months ഏകദേശം ഇതിൻ്റെ സ്റ്റഡിയിങ്ങിൽ തന്നെ വന്ന് എവിടുന്ന് മെറ്റീരിയൽസ് സോഴ്സ് ചെയ്യുക, ബാക്കിയുള്ള സപ്ലൈസ് അത് ഇതെല്ലാം ഏകദേശം ഒരു ട്രാക്കിലേക്കൊക്കെ എത്തി. ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഷിപ്മെൻറ്റിലേക്കുള്ള ലെവലിലേക്കെല്ലാം എത്തി. ഇന്ന് നൈറ്റിലാണ് ഷിപ്മെൻറ്റ്. ഏകദേശം ഗുഡ്സൊക്കെ ഇവിടുന്ന് പാക്ക് ചെയ്ത് ഞാനും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ കേരള മാർക്കറ്റാണ്. ഇവിടുന്ന് ഷിപ്മെൻറ്റ് കയറ്റിയിട്ട് ഏകദേശം എനിക്ക് അന്ന് കൽപ്പക പിക്ക് ചെയ്ത ട്രാൻസ്പോർട്ടിലാണ് ഞാൻ ഷിപ്മെൻറ്റ് അയക്കുന്നത്. ഷിപ്മെൻറ്റൊക്കെ അയച്ച് തിരിച്ചിട്ട് ഞാൻ ഇവിടെ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്ത് നൈറ്റിൽ തിരിച്ചു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് എൻ്റെ അവിടുത്തെ നാട്ടിലെ സ്റ്റോറത്തെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത്, അഞ്ച് കയ്യിൽ 500,000 ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കിക്കോ, നോട്ട് നിരോധിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും നെക്സ്റ്റ് ഫസ്റ്റ് ഷിപ്മെൻറ്റ് പോയ അന്ന് നൈറ്റിലാണ് നമ്മളെ നോട്ട് നിരോധനം വരുന്നത്. നാട്ടിൽ കൊണ്ടുപോയി എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും ഇവിടുന്ന് ഷിപ്മെൻറ്റ് കയറ്റി വിട്ട് കൊണ്ടുപോയി. അപ്പോൾ അന്ന് ഞാൻ ഇതേമാതിരിക്ക് നാട്ടിൽ തന്നെ എൻ്റെ അവിടെ റൂമിൽ ഗുഡ്സ് എല്ലാം കൊണ്ടുവന്നതാക്കി. രണ്ടാം ദിവസം തന്നെ ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. എന്തായാലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇനി എന്ത് പ്രതിസന്ധിയാണെങ്കിൽ കുഴപ്പമില്ലാന്ന് ആ ഒരു ടൈമിൽ ഇറങ്ങി. അങ്ങനെ എന്നിട്ടാണ് ഒരു ഏകദേശം ഒരു 1.5 months ഞാൻ പറഞ്ഞ മാതിരിക്ക് ആ ഒരു ഗുഡ്സ് എല്ലാം പോകുന്നത്. അവിടുന്ന് എല്ലാം ഇതാ വന്ന് എല്ലാം ഏകദേശം സെറ്റായി ഒക്കെ റെഡിയായി. നെക്സ്റ്റ് ഒരു ഫസ്റ്റത്തെ ഒരു സീസണൊക്കെ, കാരണം കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംസാനും ഓണത്തിനാണ് സെയിൽ. അപ്പോൾ ആ 2 സീസണിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്ത് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം റംസാൻ കഴിഞ്ഞ് അടുത്ത വലിയ പെരുന്നാളും ഓണം കൂടി വരുന്ന ടൈമിലാണ് ഫ്ലഡ് വന്നത്. ആ ടൈമിൽ എനിക്കുള്ളത് ആകെയുള്ള ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരള മാർക്കറ്റേ ഉള്ളൂ. ഓണത്തിന് വേണ്ടിയിട്ട് അത്രയും നമ്മൾ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇതായി. ആ ഒരു ടൈമിൽ ഫ്ലഡ് കാര്യങ്ങൾ വന്ന് ഫസ്റ്റത്തെ ഫ്ലഡ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയറും സീസൺ ടൈമിൽ തന്നെ നമുക്ക് ഇത് വരുന്നത്. അതെല്ലാം ഒരു ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി. പിന്നെ അപ്പോൾ എന്താക്കി, ഞാൻ ഓട്ടോമാറ്റിക്കലി എൻ്റെ മാർക്കറ്റിംഗ് പ്ലേസ് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാക്കി. കാരണം കേരള മാർക്കറ്റ് ഫസ്റ്റ് സീസണും കഴിയുമ്പോൾ ഫ്ലോപ്പായി, സെക്കൻഡ് സീസണും ഫ്ലോപ്പാണ്. അപ്പോൾ പിന്നെ ഞാൻ ഔട്ട് സൈഡ് അതർ സ്റ്റേറ്റുകൾ അതിൻ്റെ കൂടെ തന്നെ എക്സ്പോർട്ട് കാര്യങ്ങൾ സെറ്റാക്കി 2-3 ട്രാവൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ഔട്ട് സൈഡിൽ എക്സ്പോർട്ടിലേക്കും കൊണ്ടുവന്ന്. പിന്നെ വരുന്ന ടൈമിലാണ് കോവിഡ് വരുന്നത്, 2020. യെസ്. കാരണം ആ കോവിഡ് ടൈമിൽ എനിക്ക് തന്നെ അറിയുന്ന ഒരുപാട് ബ്രാൻഡുകൾ, വലിയ വലിയ കമ്പനികൾ, കാരണം ചെറുതായിട്ടുള്ളവർക്ക് ചെറിയ എഫക്റ്റ് വന്നിട്ടുള്ളൂ, വലുതായിട്ടുള്ളവർ ആ ടൈമിൽ ഏകദേശം എൻ്റെ കമ്പനിയിൽ ഒരു 135-140 സ്റ്റാഫ് ഉണ്ട്, ടൈലേഴ്സും ബാക്കിയെല്ലാം കൂടെ ആയിട്ട്. ഇവർക്കെല്ലാം നമ്മൾ സാലറി കൊടുക്കണം, റെൻറ്റ് നമുക്ക് കട്ടാവുന്നില്ല, റെൻറ്റ് പേ ചെയ്യണം. ആകെ കർണാടക സർക്കാർ പറഞ്ഞ് 30% സാലറി കട്ട് ചെയ്തിട്ട് സാലറി കൊടുക്കുന്നത്. ഇവർ വീട്ടിലിരിക്കണം, ഇവർക്ക് നമ്മൾ സാലറി പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ പല കാര്യങ്ങളും എക്സ്പെൻസ് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു 2 months ഉള്ളിൽ ലോക്ക്ഡൗൺ ഓപ്പൺ ആയി. ബട്ട് അവിടുന്ന് 6 months മാർക്കറ്റ് ഓപ്പൺ ഇല്ല. ഒരാൾക്കും നമ്മളെ പ്രൊഡക്റ്റും വേണ്ട, ഒരാൾ പർച്ചേസിങ്ങിന് വരുന്നില്ല. ബട്ട് ഇത്ര വർക്കേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താക്കി, നമ്മളെ കയ്യിൽ കുറച്ച് എൻബിറ്റ്സ് വേസ്റ്റ് ഫാബ്രിക്സ് കാര്യങ്ങളുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമ്മൾ മാസ്കുകൾ കാര്യങ്ങളൊക്കെ ഇറക്കി നോക്കി. അപ്പോൾ ആ മാസ്കും കാര്യങ്ങളൊക്കെ എന്താണ് ആ ഒരു കോവിഡ് ടൈമിൽ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മളൊരു അപ്പോൾ തരണം ചെയ്യാന്നുള്ളത്. കാരണം ഷർട്ട് ആർക്കും പ്രൊഡക്റ്റ് ആർക്കും വേണ്ട. അപ്പം പിന്നെ കയ്യിലുള്ള എന്താണ്, നമ്മളെ കയ്യിൽ ഫാബ്രിക്സ് കാര്യങ്ങളുണ്ട്, വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ വെച്ചിട്ട് നമ്മൾ മാസ്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റി പോയി. അതിൽ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിലും നമ്മളുള്ള ഒരു ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ളത്, കയ്യിൽ നിന്ന് കൂടുതൽ ലോസ് വരാത്ത ലെവലിൽ. പിന്നെ സ്റ്റാഫിന് ആ ഒരു ടൈമിൽ വെച്ചിട്ട് അവരും ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അവർ ക്യാൻസൽ ചെയ്താൽ അവർക്കും വേറെ ആ ടൈമിൽ ജോബ് കിട്ടില്ല. ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. കാരണം അവർ തിങ്ക് ചെയ്യുന്ന എന്താണ്, കമ്പനി തരുന്നുള്ളത്, കമ്പനി എന്നുള്ളത് ഞാനാണ്, ഈ ഫണ്ടെല്ലാം ഞാൻ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസുകളൊക്കെ ഇതിൽ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യെസ്. ഏതൊരു ഇതിനാണെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സ്ട്രൈറ്റ് ബിസിനസ്സിലേക്ക് വരാൻ. അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാണ്ട് ഒരിക്കലും നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരിക്കലും നമുക്ക് ഒരു ബിസിനസ്സും ഒരിക്കലും ഒരു സക്സസ്സിലേക്ക് എത്താൻ കഴിയില്ല. അതിൽ പല പല പ്രശ്നങ്ങൾ നമ്മളെ മുമ്പിൽ വരും. അത് എങ്ങനെയെല്ലാം ഫേസ് ചെയ്യാൻ പറ്റും, അതെല്ലാം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെങ്കിലും ചെറിയൊരു ലെവലിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ടെക്സ്റ്റൈൽ ആണ്, അപ്പോൾ നമുക്ക് ഈ ക്ലോത്തിങ് ആണ്, അപ്പോൾ ഈ ഷോപ്പിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? പല സപ്ലൈസും നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മുംബൈയിൽ നിന്ന് എടുക്കുന്നുണ്ട്, അഹമ്മദാബാദ് ഉണ്ട്,
പിന്നെ പല ഏജൻസികളും ഇവിടെ ബാംഗ്ലൂരിലെ ഏജൻസികൾ അവർ പല മില്ലിൽ നിന്ന് അവർ ഏജൻറ്റുമാരതായിട്ട് ചില മില്ലുകളൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യില്ല. പിന്നെ അവർ സപ്ലൈ ചെയ്യും, പക്ഷേ അതിനായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യണം. അത്തരം ബൾക്ക് മീറ്റേഴ്സ് നമ്മൾ ഓർഡർ ചെയ്യണം ഒരു കളേഴ്സിൽ. അപ്പോൾ എന്താക്കും നമ്മൾ അതിനായിട്ടുള്ള ഏജൻറ്റ് ത്രൂലോ ഇല്ലെങ്കിൽ ചില മില്ലുകളിൽ നിന്ന് ഡയറക്റ്റ് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? മീൻസ് അത് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നാണോ പഠിക്കുന്നത്? അത് മെയിനായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ ഈ ഒരു ഫീൽഡായിട്ട് ബന്ധമില്ലാണ്ട് വന്നതാണ്. പിന്നെയാണ് ഇതിലേക്ക് വന്ന് ഇപ്പോൾ നമ്മൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പിന്നെ ഫസ്റ്റിൽ ഞാൻ ഒരു ഔട്ട് സൈഡിലായിരുന്നു കൊടുത്തിരുന്നു പ്രൊഡക്ഷനില്ല. പിന്നെ എൻ്റെ തന്നെ ഓൺ ഇൻ ഹൗസ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ കമ്പനിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക് സോഴ്സിങ് ഫുള്ളായിട്ട് ഞാൻ തന്നെയാണ്. പിന്നെ ഡിസൈനിൻ്റെ ഫൈനൽ അപ്രൂവലും ചെയ്യുന്നത് ഞാനാണ്. മാർക്കറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ബാക്കിയെല്ലാം ഇപ്പോൾ സ്റ്റാഫുകളാണ് അവർ നോക്കുന്നത്. ബട്ട് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു 8 to 1 year ഞാൻ 8 months to 1 year ഞാൻ തന്നെയായിരുന്നു ഫുള്ളായിട്ട് ഫോളോ ചെയ്തിരുന്നത്. കട്ടിങ് സെക്ഷൻ ആണെങ്കിലും അവിടെ ഒരിക്കലും ഞാനൊരു ഓണർ എന്നുള്ള പോസ്റ്റിൽ ഇരിക്കാണ്ട് ഇപ്പോൾ ഹെൽപ്പറായിട്ടാണെങ്കിലും ലോഡിങ് ആയിട്ടാണെങ്കിലും ഇല്ലെങ്കിൽ ബാക്കിയുള്ള അക്കൗണ്ട്സ് ആണെങ്കിലും എല്ലാ മേഖലയും ഞാൻ തന്നെ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതിനോണ്ട് തന്നെ ഒരു ബേസ് ഒരു എല്ലാ ഇതിലും ഇപ്പോൾ മെറ്റീരിയൽ എന്തെങ്കിലും ഇപ്പോൾ ചെറിയ ത്രെഡുകൾ ഇതെല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ പോയി പർച്ചേസ് ചെയ്തതിനോണ്ട് എനിക്കൊരു ബേസ് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ സ്റ്റാഫ് ആര് പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം നമ്മൾ ഓരോ കമ്പനിക്ക് ഡയറക്റ്റ് ഫുള്ളായിട്ട് ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നതാണ്. കാരണം എല്ലാം ഒരു 80% ഐറ്റംസിൻ്റെ 80 to 90% ഐറ്റംസിന് നമ്മൾ ബ്രാൻഡ് നെയിം പ്രിൻ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാം ബൾക്ക് ഓർഡറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ പർച്ചേസ് ചെയ്തു, അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും വാല്യൂ ആ പ്രൈസ് നിശ്ചയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കോസ്റ്റിങ് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഇപ്പോൾ ഫാബ്രിക്കിൻ്റെ കോസ്റ്റ്, നമ്മൾ ലേബർ ചാർജസ്, ട്രാൻസ്പോർട്ടേഷന്, അതർ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, വാഷിങ്ങിൻ്റെ കോസ്റ്റിങ്, ഇപ്പോൾ എംബ്രോയിഡിങ്, പ്രിൻറ്റിങ് ഇങ്ങനത്തെ ഇതെല്ലാം. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഇത് മർച്ചൻഡൈസർ തരും. ടോട്ടൽ ഒരു ഇത്ര കോസ്റ്റ് നമുക്ക് ലാൻഡിങ് കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റ്, DP റേറ്റ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് MRP വരെ. പിന്നെ അതിൽ നിന്നാണ് ഇത്ര പെർസെൻറ്റേജ് ഇപ്പോൾ നമ്മൾക്ക് ഒരു ഇപ്പോൾ SP റേറ്റ്, DP റേറ്റ്, MRP അങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ SP റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അവരത് B2Bയിൽ ഹോൾസെയിലിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DP റേറ്റ് ഇട്ടിട്ടാണ്. അപ്പോൾ അവർക്കൊരു മാർജിൻ ഇട്ടിട്ടുണ്ട്. എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇത്ര പെർസെൻറ്റേജാണ് ഒരു മാർജിൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുള്ളറ്റിൽ എന്ന് പറയുമ്പോൾ ഒരു മെൻസിന്റെ ഷോപ്പാണ്, എന്തുകൊണ്ട് വിമൻസിന് വേണ്ടി തുടങ്ങുന്നില്ല? ഡിസ്ക്രിമിനേഷൻ ആണോ? അങ്ങനല്ല, ഒരു വുമൺ ബ്രാൻഡ് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് കേരള എന്നുള്ള പേരിൽ ഒരു ബ്രാൻഡ്, അതിൻ്റെ ബ്രാൻഡ് രജിസ്റ്ററും കാര്യങ്ങളെല്ലാം ഇതായി. ഒരു ലോക്ക്ഡൗണിന് മുമ്പായിട്ടായിരുന്നു ഞങ്ങൾ ഏകദേശം 2019-20 ടൈമിലാണ് എൻ്റെ ടീമുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് കൊണ്ടുവരാന്നുള്ള പ്ലാൻ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നിൽക്കുന്ന ബ്രാൻഡ് ഏകദേശം ലോഞ്ചിങ്ങിൻ്റെ ടൈമിൽ നിൽക്കുന്ന ടൈമിലാണ് ബുള്ളറ്റ് എന്നുള്ളത് നമ്മൾ B2Bയിൽ അന്ന് മെയിനായിട്ട് B2B മാത്രമേ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഈ B2B പ്ലാറ്റ്ഫോമിൽ നമ്മൾ ബുള്ളറ്റിലുള്ളതെന്ന് പറഞ്ഞാൽ ഒക്കെ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ. ബട്ട് നമ്മൾ എല്ലാ ഹോൾസെയിൽ സ്റ്റോറുകളിലും ഇല്ലെങ്കിൽ നമ്മൾ ലൈനിൽ നിന്നെല്ലാം കൂടുതൽ എൻക്വയറീസ് കുറഞ്ഞ റേറ്റിലും എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരുപാട് എൻക്വയറീസ് ഉള്ളപ്പോഴാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരു വുമൻസ് ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് B2B പ്ലാറ്റ്ഫോം മാത്രമുള്ളതിനുണ്ട്. അതിനായിട്ട് പുതിയ സ്റ്റോറുകൾ, വെഡ്ഡിങ് സെൻറ്റേഴ്സും ഒക്കെ, ബാക്കിയുള്ള നമ്മൾ കൂടുതലുള്ള മെൻസ് വെയറുകൾ കാര്യങ്ങളാണ്. അപ്പോൾ വുമൻസ് വെയർ വേറെ തന്നെ നമ്മൾ ടീമിനെ ഇതാക്കണം. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങളെ ടീമെല്ലാം കൂടി ഇരുന്നിട്ട് ഒരു ഫൈനലായിട്ട് ഒരു ലോ റേഞ്ച് ബഡ്ജറ്റിലുള്ള ഒരു ബ്രാൻഡ് കൂടെ റിലീസാക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പിന്നെ ബ്ലാക്ക് എൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ബ്രാൻഡ് കൂടെ ലോഞ്ച് ചെയ്തത്. അത് മെൻസിൻ്റെ തന്നെ വരുന്നത്. അതിൽ ബുള്ളറ്റ് വരുന്ന പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റും സെയിം തന്നെ ഒരു സെക്കൻഡ് ബ്രാൻഡ് കൂടെ വന്നിട്ട് നമുക്ക് ഒരെണ്ണം തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടാണല്ലേ, തുടങ്ങിയ പിന്നെ നമുക്ക് അതിൽ പ്രോഫിറ്റ് തന്നെ ഇതാക്കിയിട്ട് വ്യാപിപ്പിക്കാനുള്ള ഒരു കോൺഫിഡൻസും കിട്ടും. സ്റ്റാർട്ടിങ്ങിൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ബ്രാൻഡ് കൊണ്ടുവന്ന് അതിൽ കസ്റ്റമറെ സെറ്റാക്കി എടുത്ത് ഇതിനെല്ലാം നമ്മൾ അത്രയും ടാസ്ക് എടുത്തിട്ടുണ്ട്. ഒരുപാട് ബ്രാൻഡിങ് കാര്യങ്ങളും. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലാക്ക് എൽക്ക് സ്റ്റാർട്ട് ചെയ്ത് 4 year ആയി. ഒരു 1 rupee പോലും അഡ്വർടൈസ്മെൻറ്റിന് ബ്ലാക്ക് എൽക്കിന് യൂസ് ചെയ്തിട്ടില്ല. ബട്ട് ഇന്ന് ബുള്ളറ്ററിനേക്കാൾ കൂടുതൽ വോളിയം ബ്ലാക്ക് എൽക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ബുള്ളറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം കൂടിയാണ് ബ്ലാക്ക് എൽക്ക് ഇറക്കുന്നത്. അതിൻ്റെ കസ്റ്റമർ ഇതിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ഓൺലി ബ്ലാക്ക് എൽക്കുന്നതിന്, പിന്നെ കസ്റ്റമർ റിക്വയർമെൻറ്റിൽ അവർ പറഞ്ഞ് ബൈ ബുള്ളറ്ററോ ഇല്ല എന്തെങ്കിലും ബുള്ളറ്റർ എന്നുള്ള എന്തെങ്കിലും ഒന്ന് അതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ലോഗോൻ്റെ താഴെ ബ്ലാക്ക് എൽക്ക് ബൈ ബുള്ളറ്റർ എന്ന് ആഡ് ചെയ്യും. ബ്രാൻഡ് വാല്യൂ ആണല്ലേ. ബ്രാൻഡ് വാല്യൂ. ഷോപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ മുതലേ ഒരു ഇന്റീരിയറിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഷോപ്പ് ആരംഭിക്കുമ്പോൾ ആ ഒരു ഇന്റീരിയറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം ഒരു കസ്റ്റമർ ഇപ്പോൾ നോർമലി നമ്മൾ ജസ്റ്റ് ഒരു ഹാങ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ അതിനൊരു വാല്യൂ കൊടുക്കില്ല.
ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു എൻ്റെ കൗണ്ടറിൽ കയറുന്ന ഒരു കസ്റ്റമർ അതൊരു ബ്രാൻഡ് എന്നുള്ള ആ ഒരു ഫീലിലാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഒരു കസ്റ്റമർക്കുള്ള ആ ഒരു ഇത് പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഇപ്പോൾ കയറുമ്പോൾ തന്നെ എൻ്റെ ഏത് സ്റ്റോറിലാണെങ്കിലും എൻട്രൻസിൽ തന്നെ ഞാൻ ഫസ്റ്റ് AC നല്ല എപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് പറയുന്ന ഡോറ് എൻ്റർ ചെയ്ത ഒരാൾ ഉള്ളോട്ട് വരുമ്പോൾ നല്ല കൂളിങ്ങിലിരിക്കണം. അപ്പോൾ തന്നെ അവർ മൈൻഡ് കുറച്ചൊന്ന് റിലാക്സ് ആവും. ആ കസ്റ്റമർ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ അവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മൂഡ് വന്നു. എന്നോടത്ത് നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ചൂടായി ചിലപ്പോൾ ആൾ വരുന്ന കസ്റ്റമർ മൈൻഡിൽ പല ടൈപ്പ് ഓഫ് ഇതിലാവും. ഗുഡ് മൈൻഡിൽ വരുന്നവരുണ്ടാവും, വേറെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിന്ന് വരുന്നവരുണ്ടാവും. ഒരാൾ നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഫസ്റ്റ് അവർ റിലാക്സ് മൂഡിൽ വന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഇരിക്കാനുള്ള സ്പേസ് ഫ്രീ ആയിട്ട് നിന്ന് നോക്കാൻ. പിന്നെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പാഷന് ഇതായിട്ടല്ല. അപ്പോൾ അവർ ആ ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനം അതിന് അതുപോലെ പോലുള്ള ലൈറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മളെല്ലാ സ്റ്റോറിൻ്റെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് സൈഡിൽ മാത്രമല്ല ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിലും നമ്മൾ ഫുള്ളായിട്ട് ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് പേഴ്സണലായിട്ട് അവർ എങ്ങനെയുണ്ട് ഫിറ്റ് അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് അത് നല്ലൊരു ഗുഡ് ഫീൽ കിട്ടണം. ഇപ്പോൾ നിറയെ സ്റ്റോറുകളിൽ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ അല്ലാത്ത പല ബ്രാൻഡുകളിലും. അവർ ഔട്ട് സൈഡിൽ ഇൻറ്റീരിയറൊക്കെ അത്ര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ നോർമൽ ഒരു മിറർ വെച്ചിട്ട് അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സൊക്കെ അടിപൊളിയായിട്ട് ഡ്രസ്സിങ് റൂം അത് എനിക്ക് ഇൻസ്പയർ ആയ കുറേ ബ്രാൻഡുകളുണ്ട്. അവർ ഓരോ സ്റ്റോറുകൾ ഞാൻ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഡ്രസ്സിങ് റൂമിലേക്ക് അവർ കുറേ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു ഫൈനൽ ഡിസിഷൻ വരുന്നത്. ഇപ്പം എങ്ങനെയാണെങ്കിലും പുറത്തുനിന്ന് അവർ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-50 ഇല്ലെങ്കിൽ 100 എബോ സാമ്പിൾസുകൾ കണ്ടിട്ടാണ് അതിൽ നിന്ന് ഒരെണ്ണം അവർ പിക്ക് ചെയ്യുന്നത്. ഈ ചൂസ് ചെയ്യുന്ന സാധനമാണ് അവർ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫൈനൽ ചെയ്യുന്നത്. ചിലപ്പോൾ 2-3 ക്ലോത്ത് കൊണ്ടുപോയിട്ടാണ് ഒരെണ്ണം ഫൈനൽ ചെയ്യുമ്പോൾ അവിടെയാണ് അവർക്ക് ഏറ്റവും നല്ലൊരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊരു നല്ലൊരു ഐഡിയ ആണ്. കാരണം ആരും ഇത് പറഞ്ഞിട്ടില്ല. നമ്മളെല്ലാവരും ആ ഒരു മെയിൻ എൻട്രൻസ് മാത്രം അടിപൊളിയാക്കാൻ ശ്രമിക്കും. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ചൂസ് ചെയ്യുന്ന ആ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് അവിടെയാണല്ലേ. നല്ലൊരു പോയിന്റ് ആണ്. ഇപ്പോൾ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി വരുവാണ്. എല്ലാവരും തിരക്കേറിയ ജീവിതമാണ്. അവർക്ക് ഇങ്ങനെ ഷോപ്പിങ്ങിനായിട്ട് ആ ഒരു ടൈം കളയാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാത്തത്? ഓൺലൈനായിട്ട് ബിസിനസ് നടത്താൻ എന്താണ് പ്ലാൻ ചെയ്യാത്തത്? നമ്മൾ കമ്പനി ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ ബാക്കിന് വർക്ക് നടക്കുന്നുണ്ട്. bulleted.com എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മന്താണ് ലോഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് മന്ത് എൻഡോട് കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് അതിൻ്റെ ബാക്ക് എൻഡ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതുവരെ നമ്മളൊരു ബ്രേക്ക് ഇട്ട് ഫസ്റ്റ് ഓൺലൈനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഫസ്റ്റ് നമുക്ക് കസ്റ്റമറിൽ നിന്നുള്ള ഡയറക്റ്റ് ഇപ്പോൾ D2C പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ റീറ്റെയിൽ സ്റ്റോഴ്സ് സെറ്റാക്കി കസ്റ്റമർ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ഇതായി. ഇപ്പോഴും ഡെയിലി നമുക്ക് പല കംപ്ലയിൻസുകൾ കസ്റ്റമർ സൈഡിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു 70-80% മുകളിൽ 100% പറയാൻ പറ്റില്ല, ഒരു 80% നമ്മൾ റെക്ടിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമ്മളൊരു ഓൺലൈൻ സ്റ്റോർ കൊണ്ടുവന്നാലും പ്രോബ്ലം ഇല്ല. പക്ഷെ ഫസ്റ്റേ നമ്മൾ ഡയറക്റ്റ് ഓൺലൈനിലേക്ക് എൻട്രി ആയാൽ ഇതേ കസ്റ്റമർ വന്നിട്ട് നമ്മളതിൽ റിവ്യൂസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഏതൊരാളാണെങ്കിലും ഒരു 90 ഗുഡ് ഇട്ട് കഴിഞ്ഞാൽ 10 ബാഡ് ആയിട്ടുള്ള റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ ആ 10 ബാഡ് റിവ്യൂ ആണ് ഫസ്റ്റ് ആയിട്ട് റീച്ചിലേക്ക് എത്തുക. ആ ബ്രാൻഡിലെ ടോട്ടൽ ബാധിക്കും. അപ്പോൾ എനിക്ക് അറിയുന്ന ചില ബ്രാൻഡുകളുണ്ട്, അവർ ലാസ്റ്റ് ബ്രാൻഡ് നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ചിലപ്പോൾ എൻ്റെ അറിയുന്ന 1-2 ഫ്രണ്ട്സുകളൊക്കെ ഇതേമാതിരിക്ക് അവർ ഡയറക്റ്റ് ഫസ്റ്റ് ഓൺലൈനിൽ പിച്ച് ചെയ്ത് പക്ഷേ അത് കസ്റ്റമർ സൈഡിൽ നിന്ന് പല റിവ്യൂസുകൾ കാര്യങ്ങൾ ഫിറ്റുകൾ പല പ്രോബ്ലംസ് വരും. പക്ഷേ എന്താ അധികം ആളുകളും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഒരു മാരേജ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാവും. അവരിപ്പോൾ ഇരുന്നിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യും. അവർ പോകുന്നതിൻ്റെ 1 day 2 day മുമ്പ് ഈ ഐറ്റം പ്രൊഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സാധനം അവർ ഇഷ്ടപ്പെട്ട് ഓർഡർ ചെയ്ത് ഇതാക്കി വന്ന് നോക്കുമ്പോൾ ഫിറ്റ് ശരിയാവില്ല, ഇല്ലെങ്കിൽ വേറെ പല പ്രോബ്ലം ആയിട്ട് പിന്നെ അവർക്ക് അത് റിട്ടേൺ ആക്കി അവർക്ക് തിരിച്ച് റിട്ടേൺ. യെസ്. അപ്പോൾ ആ ഒരു ഇതെന്താക്കും അവർ നേരെ മാക്സിമം, കാരണം ഞാൻ പറഞ്ഞല്ലോ മനുഷ്യന് പല ടൈമും പല മെൻറ്റാലിറ്റിയാണ്. അപ്പോൾ അവരതിനനുസരിച്ചിട്ട് എന്താക്കും പല ടൈപ്പ് ബാഡ് കമൻസോ അതെല്ലാം ഇടുമ്പോൾ അതെല്ലാം ഈ ഒരു ബ്രാൻഡിന് നെഗറ്റീവിലേക്കേ വരുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ ഇത്രയും ഒരു ഓൺലൈനിൽ തന്നെ ഇത്രയും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രാവശ്യം വന്ന കസ്റ്റമർ പിന്നെയും വരണമല്ലോ. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് എൻ്റെ സ്റ്റാഫിനാണെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റോറിൽ നിൽക്കുന്ന ആർക്കാണെങ്കിലും ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ എത്ര ഇതായിക്കോട്ടെ, ഇപ്പോൾ എൻ്റെ ബ്രാൻഡ് പ്രൊഡക്റ്റ് എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിലും പക്ഷെ അതിലേക്ക് ഉപരിയാണ് നമ്മളെ കസ്റ്റമറിനെ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു കസ്റ്റമറിനോട് ഇപ്പോൾ എൻ്റെ കൗണ്ടറിൽ വരുന്ന ഒരു കസ്റ്റമറിനോട് ഇപ്പോൾ അവരിപ്പോൾ ഓക്കെ ഒരു വൈറ്റ് ഷർട്ട് ചോദിച്ചിട്ട് വരുന്നത്, പക്ഷെ അവർക്ക് നമ്മളെ സ്റ്റാഫ് നല്ലതായിട്ട് ട്രീറ്റ് ചെയ്ത് അവർക്കൊരു ബ്ലാക്ക് ഷർട്ട് നിങ്ങൾക്ക് ഇതാണ് ഗുഡ് ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചൂസ് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ആവുന്ന ഒരുപാട് ഒരു 70-80% കസ്റ്റമർ ഉണ്ട്.
അപ്പോൾ അതെപ്പോഴും സ്റ്റാഫിന് കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വന്നാൽ അവർ എപ്പോഴും പല ആളുകൾ പല മെൻറ്റാലിറ്റിയിൽ വരികയാണെങ്കിൽ നമ്മൾ ചിരിച്ച് അവരോട് ബിഹേവ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്ലി ആയിട്ട്. ചിലർ ഓരോരുത്തർ ഓരോ ടൈപ്പ് ഓഫ് ടോൺ ആവും. ചിലർ റഫ് ടോണിലാവും സംസാരിക്കുക, ചിലർ ഭയങ്കര കൂൾ ഫ്രണ്ട്ലി ആയിട്ടാവും. ബട്ട് എല്ലാവർക്കും നമ്മൾ ആ ഒരു കൂൾ മൈൻഡിലും പിന്നെ അതേമാതിരി നമ്മളെ സ്റ്റോറിൻ്റെ ഉള്ളിൽ എപ്പോഴും നല്ലൊരു മ്യൂസിക് ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യും. ആര് കയറി വന്നാലും അവർക്കൊരു മൈൻഡ് റിലാക്സ് ആവാന്നുള്ള ഒരു മൂഡിൽ ഇതാക്കിയിട്ട്. സൈക്കോളജി ഉണ്ടല്ലേ. യെസ്. അപ്പൊ പറഞ്ഞു നമ്മളൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നല്ല, ഒരു ടീം ടീം വർക്ക്. വർക്ക്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കറക്റ്റ് ടീമിനെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? ടീമിന് ഇപ്പം എൻ്റെ തന്നെ ടീമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകൾ വരും പോവും ഇതെല്ലാം ഉണ്ട്. ബട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ലതായിട്ട് ഇപ്പോൾ ആ ഒരു ടീമിൽ പിന്നെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ഒക്കെ ഇപ്പോൾ സ്റ്റോറുകളൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മടിയോള സ്റ്റോറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് സൺഡേ ഒക്കെ 1:30 വരെ നൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് അപ്പോഴെല്ലാം എൻ്റെ സ്റ്റാഫ് അവിടെ നിൽക്കാൻ തയ്യാറാണ്. അവർക്ക് അതിനൊരു പ്രോബ്ലം ഇല്ല. ഒന്ന് അവർക്കെല്ലാം ഞാൻ ഒരു ഇൻസെൻറ്റീവ് സെയിലിന് അഗൈൻസ്റ്റ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നും കൂടി വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ബേസിക് സാലറി ഇല്ലാണ്ട് ഇൻസെൻറ്റീവ് വരുമ്പോൾ എത്രത്തോളം അവർ സെയിൽ പോകുന്നോ അതിനനുസരിച്ച് അവർക്ക് പാക്കേജും പ്ലസ് വരുന്നുണ്ട്. പിന്നെ കൂടാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓഫീസുകളിലും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർലി പല പല പരിപാടികളായിട്ടും മാക്സിമം അവരെ കൂടെ ചില്ലാക്കി അവരിലൊരാളായിട്ടാണ് ഞാനും നിൽക്കുന്നത്. അപ്പോൾ ഒരേമാതിരിക്ക് ഇതാക്കി ഒരുമിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ അവർ കൂടെ നിന്നിട്ടുള്ള അവർ സപ്പോർട്ട് തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ ടീമിന് ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്? നമ്മൾ ബിസിനസ് ഒരാളല്ലേ, ഇപ്പോൾ അക്കൗണ്ടന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സെയിൽസിനുണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും, HR എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആൾക്കാർ എങ്ങനെയാണ് ഒരു കറക്റ്റ് ആൾക്കാർ, ഈ ആൾ നമ്മളുടെ ഗ്രൂപ്പിൽ വന്നാൽ നല്ലതായിരിക്കും, എങ്ങനെയാണ് ഒരു കറക്റ്റ് ആളിനെ ചൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് ഞാനിപ്പോൾ എനിക്ക് ഏതൊരു ഇത് വരും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേക്കൻസിൻ്റെ ഇതിട്ട് ഒന്നെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ പേജുകളിൽ ഇവിടെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർ എൻക്വയറി വരും ജോബ് വേക്കൻസി ഉണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് ഒരാൾ റെസ്യൂം നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഒരാളെ റെസ്യൂമിൻ്റെ ഉള്ളിൽ തന്നെ അയാൾ ഇട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഇതാക്കുമ്പോൾ അവർ ഒരുപാട് റെസ്യൂം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിൽ ഇവനെ ഓക്കെ കുഴപ്പമില്ല, ഇവൻ നമ്മളെ ബ്രാൻഡിന് പറ്റിയ ഒരാളാണ്, ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റും ഇവൻ്റെ ഓക്കെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇതേമാതിരിക്ക് എൻ്റെ ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരാവശ്യം ഉണ്ടായിരുന്നു. ഒരുപാട് എനിക്ക് ഐ തിങ്ക് ഒരു 100 above റെസ്യൂംസ് വന്ന് അതിന് ആകെ 3 റെസ്യൂം ഞാൻ സെലക്ട് ചെയ്തുള്ളൂ. കാരണം ആ റെസ്യൂം ഒരു ഗ്രാഫിക് ഡിസൈനർ ഇപ്പോൾ നോർമൽ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം കുറേ ഓപ്ഷൻസുകളുണ്ട്. ഇപ്പോൾ ക്യാൻവയിലെല്ലാം ഈസി, എല്ലാവരും ഇപ്പോൾ ക്യാൻവയിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും അതിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഈ റെസ്യൂം വെച്ച് നോക്കി നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു 5 minutes ടോക്ക് ചെയ്യുമ്പോൾ തന്നെ എപ്പോഴും ഏതൊരു ഇൻ്റർവ്യൂ കോളാണെങ്കിലും ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ ടൈമിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെസ്യൂം നോക്കിയിട്ട് ഞാൻ കോൾ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരോട് മിഡിൽ നിന്ന് എവിടെന്നെങ്കിലും 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആൻസർ വരുന്നുണ്ടോ, ആ ഒരു എക്സ്പീരിയൻസിലാണോ, ഇല്ലെങ്കിൽ നോർമൽ ഫോർമാറ്റിൽ ഒരു റെസ്യൂമിൽ ഇന്ന വരണോ അതിനെ എഴുതുന്നതാണോ. അധികം ഞാൻ ഹോബീസൊക്കെ ചോദിക്കുക, അവരിട്ടുള്ള ഹോബീസ് ഉണ്ടാവും. പല ഇപ്പോഴത്തേക്ക് അതേമാതിരി ഒരു ലേഡീൻ്റെ ഒരു ലേഡീൻ്റെ റെസ്യൂം വന്നിരുന്നു. അപ്പോൾ അതിൽ അവരെ ഹോബീസിൽ ക്രിക്കറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ബോളിങ്ങിനെ കുറിച്ച് ചോദിച്ചു. ആൾക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതാണ് കാരണം ഒരു ഗേളിൻ്റെ ക്രിക്കറ്റ് എന്നുള്ള, പക്ഷെ ഇപ്പോൾ അത് ക്രിക്കറ്റ് കാണുന്നവരുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ചുമ്മാ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെ ഈ ഒരു പോർഷന് കാരണം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അവർ ഒന്നെങ്കിൽ അവർ എഡ്യൂക്കേഷൻ ഫീൽഡിൻ്റെത് ഇല്ലെങ്കിൽ അവർ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ചോദിക്കുള്ളൂ. ഒരിക്കലും ഹോബീസിൽ കയറിയിട്ട് അതും ക്രിക്കറ്റിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നു അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എല്ലാവർക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട്, ഇങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ് എന്നല്ല ആരായാലും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം എന്താണ്? ഞാൻ എൻ്റെ ഒരു 15 years ബിസിനസ്സിൽ വന്ന ആളാണ്. അന്ന് പഠിക്കുന്നുണ്ട്. 10th കഴിഞ്ഞ പാടെ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക്, കാരണം ഫാമിലി ഫാദർ ബിസിനസ്സാണ്, ബ്രദേഴ്സ് എല്ലാം പഠിക്കുകയാണ്, എൻ്റെ ചേട്ടന്മാരാണ്, 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ആ ഒരു ടൈമിലാണ് ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൊബൈൽ ഫീൽഡായിട്ട് അങ്ങനെ മൊബൈൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ബിസിനസ്സിൽ വന്നത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ ഇരുന്നായിക്കോട്ടെ എനിക്ക് കിട്ടിയ ഫ്രീഡം ഉണ്ട്. കാരണം ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആ ഒരു ഇതുണ്ട്. അവിടുന്ന് പിന്നെ എൻ്റെ പഠിത്തത്തിനായിക്കോട്ടെ ബാക്കി എല്ലാ എക്സ്പെൻസ് എല്ലാം ഞാൻ എടുത്തു വന്ന്. ബട്ട് റീറ്റെയിലിൽ ഞാനൊരു 10 years ഉണ്ടായിരുന്നു. പിന്നെയാണ് എൻ്റേതായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ വന്നത്. കാരണം ഒരാൾ ഉണ്ടാക്കി വെച്ചത് നമ്മൾ കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു കമ്പനിക്കാണ്. ഇപ്പോൾ ബ്രിട്ടാനിയൻ്റെ ബിസ്ക്കറ്റ് ഇത് നിറയെ പേര് സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രിട്ടാനിയ കമ്പനിക്കാണ് അതിൻ്റെ ചെറിയൊരു മാർജിൻ മാത്രമേ ഇതുള്ളൂ. എന്നോടത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഷർട്ട് പല കമ്പനികളും അവർ ഇത് കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ അത് അവിടെയൊക്കെ എൻ്റെ ബുള്ളറ്റ് എന്നുള്ള ബ്രാൻഡ് നെയിമാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പുതുതായിട്ടൊരു ബിസിനസ്സിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഇതാക്കുക.
പണ്ട് കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും നമുക്ക് പേര് നിലനിന്നിരുന്നു, ചരിത്രങ്ങളിൽ വന്നിരുന്നു. ഒരു മനുഷ്യൻ മാക്സിമം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 to 80 years ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ പേര് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇപ്പം ഈസി വേ എന്താണ് ഒരു ബ്രാൻഡ് തുടങ്ങുക. ആ ബ്രാൻഡ് ഒന്ന് നമ്മളൊന്ന് ബേസ് ഇട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോയാലും നമ്മളെ കാലം കൊണ്ട് ആ ബ്രാൻഡ് അങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. തലമുറ കൈമാറി. യെസ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടല്ലോ. അപ്പോൾ എന്താ എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും ഇനി എത്ര തലമുറകൾ മാറിയാലും ഫൗണ്ടർ ഓഫ് ദ കമ്പനി അത് നമ്മളെ പേരുണ്ടാവുള്ളൂ. യെസ്. എന്തുകൊണ്ടായി പഠിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാവരും IT എഞ്ചിനീയറിംഗ് ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസ് വർക്ക് അങ്ങനെയാ അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ആ ഒരു ചിന്തിക്കാൻ ആ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് ആ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ പഠിച്ചുകൊണ്ട് 10th കഴിഞ്ഞ പാടെ ഞാൻ ബിസിനസ്സിലേക്ക് വന്നതിനുകൊണ്ട് എനിക്ക് ഇത് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റോറുകൾ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിരുന്നു. ഏകദേശം 18 വയസ്സായപ്പോൾ തന്നെ ഒരു 6ഓളം സ്റ്റോറായിരുന്നു എനിക്ക്. മൊബൈലും ഹോട്ടല് പിന്നെ ഫാൻസി സ്റ്റോർ. ഇപ്പം അന്ന് തുടങ്ങിയ സ്റ്റോറുകൾ ഇപ്പോഴും റണ്ണിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ പിന്നെ ഞാൻ അന്നും ഓൺലി പഠിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺലി മാരേജ് ടൈമിൽ മാത്രം വൈഫിൻ്റെ ഫാമിലി ചോദിച്ചു ഏതുവരെ പഠിച്ചിരിക്കണം ആ ഒരു ടൈമിൽ മാത്രം എനിക്ക് അത് യൂസ് ആയിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഉള്ളതിനുണ്ട് അതിൽ തന്നെ എൻ്റെ 2 പേപ്പറായിട്ട് ബാക്ക് ഉണ്ട്. അത് പിന്നെ ഞാൻ റിട്ട് എഴുതാനോ ഇതാക്കാനോ നിന്നിട്ടില്ല. ഇപ്പോൾ അന്ന് ഇതേമാതിരി പഠിക്കുന്ന ടൈമിൽ എൻ്റെ കോളേജിൽ ടീച്ചേഴ്സ് ഇവരൊക്കെ പറഞ്ഞിരുന്നു ഏറ്റവും നശിപ്പോ അങ്ങനെ ഇങ്ങനെ കുറേ കമൻസുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച ആളുകൾ ഇതൊക്കെ അവരൊന്ന് ലൈഫ് സെറ്റായി തുടങ്ങുന്നുള്ളൂ. ഓരോരുത്തർ ഇപ്പോൾ ജോബ് സെറ്റാക്കി വന്ന് ഔട്ട് സൈഡ് പോകുന്നതാക്കുന്നു. ബട്ട് ഇപ്പം ഇന്ന് ഈ ഒരു ടൈമിൽ ഏകദേശം ഒരു 185 സ്റ്റാഫിനോളം സാലറി കൊടുത്തിട്ട് ഒരു കമ്പനി റൺ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്. മാർക്കിലെല്ലാ കാര്യവും. യെസ്. എനിക്കിപ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആയി വരുന്നു. ഭയങ്കര മോട്ടിവേഷനാണ് ചേട്ടൻ്റെ സംസാരം മുഴുവൻ. കാരണം 10ാം ക്ലാസ് മുതൽ ആ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ എല്ലാവരും ജോലി മാർക്ക് അതിന് പിന്നാലെ നടക്കുമ്പോൾ എങ്ങനെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ്, എല്ലാവർക്കും ബിസിനസ് ചെയ്യാനും ഒരുപക്ഷെ പറ്റിയെന്ന് വരാം, പക്ഷേ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടാക്കി അത് ഇത്ര സക്സസ്ഫുള്ളാക്കി മാറ്റി മോട്ടിവേഷൻ. അതായത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെല്ലാം ചേട്ടൻ ഒരു റോൾ മോഡലായിട്ട് മാറിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ എല്ലാവർക്കും നിങ്ങളിപ്പോൾ പഠിത്തത്തിൽ നിങ്ങൾക്ക് മുന്നിലല്ലായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ബിസിനസ്സിൽ മുന്നിലായാൽ നിങ്ങളുടെ കൂടെ ഉള്ളവരിനേക്കാളും ബെസ്റ്റായിട്ട് ഒരാളായിട്ട് മാറാനും നിങ്ങൾക്ക് സാധിക്കും. അതിനൊരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ ചേട്ടൻ. കേരളത്തിലും ഗോവയിലും ആന്ധ്രാപ്രദേശിലും ബാംഗ്ലൂരും മാത്രമാണ് ഷോപ്പുള്ളത്. ഇനി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ചേട്ടൻ്റെ ബിസിനസ് വളർന്ന് ഈ ഇൻ്റർനാഷണലി ഈ ഒരു ബ്രാൻഡ് ഒരു സക്സസ്ഫുള്ളായി മാറട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേട്ടാ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത്. ഇത് കണ്ടിട്ട് ഒത്തിരി യങ്സ്റ്റേഴ്സിന് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാവും. താങ്ക് യു സോ മച്ച്. ഓക്കെ. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇപ്പോൾ മോട്ടിവേഷൻ മാത്രമല്ല എങ്ങനെ തുടങ്ങാം, എങ്ങനെ അതൊരു സക്സസ്ഫുൾ ബിസിനസ്സായിട്ട് മാറ്റാം. എല്ലാവർക്കും ബിസിനസ് തുടങ്ങാൻ സാധിക്കും, പക്ഷേ അതൊരു ബ്രാൻഡാക്കി മാറ്റി ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ അത് വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പോൾ തന്നെ ഗോവയിലും ആന്ധ്രാപ്രദേശിലും ബാംഗ്ലൂരും ഒക്കെ ഷോപ്പായിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു സക്സസ്ഫുൾ ബിസിനസ് പേഴ്സണായിട്ട് മാറാൻ സാധിക്കും. അതിനുള്ള ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ അംജിത് ചേട്ടൻ. അപ്പോൾ എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ചേട്ടാ ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബിസിനസ് ഇനിയും ഇന്ത്യയിൽ മാത്രമല്ല ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എല്ലാവർക്കും ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബോസ്വാല നിങ്ങളെ സഹായിക്കുന്നു. ബിസിനസ് റിലേറ്റഡ് ആയ എല്ലാ കോഴ്സുകളും ബോസ്വാലയിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യൂ. നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ആരംഭിക്കുകയും ചെയ്യാം. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.